സൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2026 സംസ്ഥാനത്തെ ആധാർ കാർഡ് ഉള്ളവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിൽ നടന്ന വാർഡ് പുനർവിഭജനത്തെ തുടർന്ന് എല്ലാ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നമ്പർ ജനുവരി മാസം 2026 മുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാറ്റുകളും വില്ലകളും ഉൾപ്പെടെ 1,10,00,000 വീടുകളും 40 ലക്ഷത്തോളം മറ്റ് കെട്ടിടങ്ങളുടെ നമ്പറുകളാണ് മാറുന്നത്. അതിനാൽ തന്നെ ആധാറിലെ വിലാസത്തിൽ പുതിയ ബിൽഡിംഗ് നമ്പരും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഇതുൾപ്പെടെയുള്ള 2026 ആധാർ കാർഡ് ഉള്ളവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ്. അതിൽ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളിൽ മാറ്റം വരികയാണ് എങ്കിൽ അത് ഉൾപ്പെടുത്തി നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞവരും ഇതുവരെ വിവരങ്ങൾ പുതുക്കാത്തവരും നിർബന്ധമായിട്ടും തിരിച്ചറിയൽ രേഖ, അതായത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, മേൽവിലാസം തെളിയിക്കുന്ന രേഖയും അതായത് പ്രൂഫ് ഓഫ് അഡ്രസ്സും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2026 ജൂൺ 14 വരെയാണ് ഇത് ഓൺലൈനായിട്ട്, അതായത് മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായിട്ടും ചെയ്യാവുന്നതാണ്. ഈ തീയതിക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് നൽകേണ്ടി വരുന്നതാണ്. മറ്റൊരു കാര്യം, ആധാർ PVC കാർഡ് നിരക്ക് വർധനവ് കുറിച്ചാണ്. ATM കാർഡ് പോലത്തെ പ്ലാസ്റ്റിക് ആധാർ കാർഡിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കുന്നവർക്ക് 2026 ജനുവരി 1 മുതൽ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മുൻപ് 50 രൂപയായിരുന്ന സേവന നിരക്ക് ഇപ്പോൾ 75 രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. കൂടാതെ പുതിയ PVC കാർഡുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഹോളോഗ്രാമും ഒഴിവാക്കിയിരിക്കുകയാണ്. മറ്റൊന്ന് കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷനുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. കുട്ടികളുടെ ആധാറിൽ 2 ഘട്ടങ്ങളായിട്ട് ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായിട്ടും പുതുക്കേണ്ടതാണ്. 5 വയസ്സിലും 15 വയസ്സിലും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. 7 വയസ്സിനും 15നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഈ ഒരു സേവനം 2026 സെപ്റ്റംബർ 30 വരെ തികച്ചും സൗജന്യമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പാൻ ആധാർ ലിങ്കിങ്. പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കാത്തവർക്കായിട്ട് നൽകിയിരുന്ന സമയപരിധി കഴിഞ്ഞിരിക്കുകയാണ്. 2026 ജനുവരി 1 മുതൽ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ നിഷ്ക്രിയമാകുന്നതാണ്. ഇത് ബാങ്ക് ഇടപാടുകളുടെയും നികുതി റിട്ടേണുകളെയും ബാധിക്കുന്നതാണ്. 1000 രൂപ പിഴയോടുകൂടി മാത്രമേ ഇനി ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമങ്ങളും സുരക്ഷാ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. മരിച്ച വ്യക്തികളുടെ ആധാർ കാർഡുകൾ പ്രവർത്തനരഹിതമാക്കുവാനുള്ള നടപടിക്രമങ്ങൾ UIDAI ശക്തമാക്കിയിരിക്കുകയാണ്. ഏകദേശം 2 കോടിയിലധികം ആധാറുകൾ ഇത്തരത്തിൽ ഇതിനോടകം തന്നെ നീക്കം ചെയ്തിരിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റ്, ആധാർ കാർഡിലെ വിവരങ്ങൾ ഓൺലൈനായിട്ട് എങ്ങനെ സ്വയം അപ്ഡേറ്റ് ചെയ്യുവാൻ എന്നതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വിവരങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിനായിട്ടുള്ള നിങ്ങളുടെ ആധാറുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഓൺലൈനായിട്ട് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഓൺലൈൻ അപ്ഡേഷൻ പ്രക്രിയയിൽ ആദ്യമായിട്ട് UIDAIയുടെ ഔദ്യോഗിക പോർട്ടലായിട്ടുള്ള myAadhar.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ശേഷം ഹോം പേജിലെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പരും സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച കോഡ് നൽകി സെൻഡ് OTP അമർത്തേണ്ടതാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറിൽ വരുന്ന OTP നൽകി ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തുറന്നു വരുന്ന ഡാഷ്ബോർഡിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സേവനം തിരഞ്ഞെടുക്കേണ്ടതാണ്. പുതുക്കാനാണ് എങ്കിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. 2026 ജൂൺ 14 വരെ സൗജന്യമാണ്. വിലാസമോ മറ്റ് വിവരങ്ങളോ മാറ്റാനാണ് എങ്കിൽ അഡ്രസ് അപ്ഡേറ്റ് തിരഞ്ഞെടുക്കേണ്ടതാണ്. നിലവിൽ ആധാറിലുള്ള വിവരങ്ങളുടെ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നതാണ്. അവ ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം ഐ വെരിഫൈ ദാറ്റ് എബൌട്ട് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന ബോക്സിൽ ടിക്ക് ചെയ്ത് നെക്സ്റ്റ് നൽകേണ്ടതാണ്. തുടർന്ന് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തിരിച്ചറിയൽ രേഖ, മേൽവിലാസം തെളിയിക്കുന്ന രേഖ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. രേഖകൾ PDF, JPG അല്ലെങ്കിൽ PNG ഫോർമാറ്റിലായിരിക്കേണ്ടതാണ്. റേഷൻ കാർഡ്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. നിലവിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ ചെയ്യുന്നതിന് ഫീസൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി നമുക്ക് ചെയ്യുന്നതെങ്കിൽ സർവീസ് ചാർജ് നൽകേണ്ടതാണ്. സൗജന്യ കാലയളവിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ 50 രൂപ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്ഡേഷൻ പ്രക്രിയ പൂർത്തീകരിച്ച ശേഷം നിങ്ങൾക്ക് ഒരു SRN ലഭിക്കുന്നതാണ്. അതായത് സർവീസ് റിക്വസ്റ്റ് നമ്പറാണ്. ഇത് ഉപയോഗിച്ച് അപേക്ഷയുടെ സ്ഥിതി പിന്നീട് പരിശോധിക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ബയോമെട്രിക്, അതായത് നിങ്ങളുടെ വിരലടയാളം, ഫോട്ടോ എന്നിവ മാറ്റുവാൻ ഓൺലൈനായിട്ട് സാധിക്കുന്നതല്ല. ഇതിനായിട്ട് അടുത്തുള്ള ആധാർ സേവന കേന്ദ്രത്തിൽ തന്നെ പോകേണ്ടി വരുന്നതാണ്.
അതോടൊപ്പം തന്നെ കേടുപാടുകൾ സംഭവിക്കാത്ത വിധം ആധാർ കാർഡ് സൂക്ഷിക്കണമെന്നാണ് കാർഡ് ഉടമകൾക്ക് നിർദ്ദേശവുമായിട്ട് എത്തിയിരിക്കുന്നത്. യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ കാർഡ് വ്യാജമല്ല എന്നും തിരിച്ചറിയുന്നതിന് QR കോഡ് സ്കാൻ ചെയ്യേണ്ട സാഹചര്യം വരുന്നതാണ്. കാർഡിൽ കേടുപാടുകൾ സംഭവിച്ചാൽ കാർഡ് യഥാർത്ഥ ഉടമയുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കുവാൻ പ്രയാസം നേരിടേണ്ടി വരുന്നതാണ്. ഇത് ഒഴിവാക്കുവാൻ കാർഡിൽ ഏതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിക്കുന്നില്ല എന്ന് കാർഡ് ഉടമകൾ ഉറപ്പാക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.